പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാനപ്പെട്ട PC ജെയിംസ് അച്ഛനാണ്. അച്ഛൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. അച്ഛൻ വിവിധ ഇടവകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ സുവിശേഷ സേനാനിയായി മാർത്തോമാ സഭയിലെ സന്നദ്ധ ഭടന്മാർക്ക് നേതൃത്വം നൽകുന്നു. പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ നമസ്കാരം. നമസ്കാരം അച്ഛാ. അച്ഛൻ എങ്ങനെയാണ് ഒരു പുരോഹിതനാകാനായിട്ട് ഇടയായത്? അതാ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഒപ്പം എൻ്റെ ഇടവകയിലും സൺഡേ സ്കൂളിൽ നിന്നും യുവജന സംഘത്തിൽ കൂടെ ഒക്കെ കിട്ടിയതായ ഒരു പരിശീലനം, ഇടവക ജീവിതത്തിൽ വളരെ ആക്റ്റീവായി പങ്കെടുത്ത ഒരു കുടുംബം. കാരണം എൻ്റെ പിതാവ് തന്നെ ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം തൊട്ട് ദേവാലയവുമായി ബന്ധപ്പെട്ടൊക്കെ വളരാൻ അവസരം ലഭിച്ചു. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇടവകയിൽ മുൻവികാരിമാരായിരുന്ന ചില അച്ഛന്മാരുടെ ശുശ്രൂഷകളും അവരിൽ കൂടെ കിട്ടിയ പ്രോത്സാഹനവും ഒക്കെയാണ് ഈ രംഗത്തേക്ക് വരാൻ നിമിത്തമായത്. അച്ഛൻ അണക്കര മാർത്തോമാ ഇടവകയാണ്. അതെ. അണക്കര എന്ന് പറയുന്ന ഒരു കുടിയേറ്റ പ്രദേശമാണല്ലോ. അച്ഛൻ എവിടെ നിന്നാണ്? നിങ്ങൾ കുടുംബമായിട്ട് പിതാവോ അല്ലെങ്കിൽ വല്യപ്പച്ചനോ ഏത് ഭാഗത്തു നിന്നാണ് അവിടേക്ക്? എൻ്റെ പിതാവിൻ്റെ നാട് പത്തനംതിട്ട കടമ്മനിട്ടയാണ്. പിതാവ് ബിർള കമ്പനിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ആസ്മാറ്റിക്കായി അവിടെ വെച്ച് പലയിടങ്ങളിൽ ജോലി ചെയ്തു. ആസാമിലുള്ളപ്പോൾ അവിടുത്തെ കാലാവസ്ഥയൊക്കെ പിടിക്കാതെ രോഗിയായി തിരികെ വന്നപ്പോൾ അമ്മയുടെ അപ്പച്ചൻ അവിടെ ബിസിനസ്സിന് പോയി. അന്ന് നല്ല തണുപ്പുള്ള സമയം. അപ്പം വന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് കുറച്ച് നാൾ കാലാവസ്ഥ പ്രതികൂലമാണ്, എന്നാലും ആ കാലാവസ്ഥ അനുകൂലമായിട്ട് തോന്നി, സഹായമായി. രോഗത്തിന് അല്പം ആശ്വാസം. അപ്പം അങ്ങനെ കുറച്ച് നാൾ അവിടെ ജീവിച്ചിട്ട് അവിടെ സ്ഥലം വാങ്ങിച്ചു. എൻ്റെ ഫാദർ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി ഫാദറിൻ്റെ വീട്ടുകാർ മുഴുവൻ കടമനിട്ടയാണ് ഇപ്പോഴും അവിടെയാണ്. ഞങ്ങളൊരു ഫാമിലി മാത്രമേ പിതാവിൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ളൂ. അച്ഛൻ സൺഡേ സ്കൂളിലും യുവജന സഖ്യം പള്ളിയുടെ കാര്യങ്ങളെല്ലാം ആക്റ്റീവായിരുന്നു. അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സൺഡേ സ്കൂളാണോ യുവജന സഖ്യമാണോ പള്ളിയാണോ എന്നൊന്ന് ചോദിച്ചാൽ സൺഡേ സ്കൂളിലെ അധ്യാപകരായിരിക്കും? സൺഡേ സ്കൂൾ എന്നെ സ്വാധീനിച്ചു. ഞാൻ രണ്ടിടത്തായിട്ടാണ് സൺഡേ സ്കൂൾ പഠിച്ചത്. ഒന്ന് അണക്കര, രണ്ട് കടമ്മനിട്ട. കടമ്മനിട്ട ഞാൻ ഏതാണ്ട് 7ാം ക്ലാസ് കഴിഞ്ഞപ്പം ഗ്രാൻഡ് പേരൻസിനെ കൂടെ സഹായത്തിനായിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഈ രണ്ടിടത്തും സൺഡേ സ്കൂൾ പഠിച്ചു. സൺഡേ സ്കൂളും യുവജന സഖ്യവും ഇടവക ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഒരുപാട് ആ വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ അധ്യാപകരിലും മുൻപിൽ എൻ്റെ പിതാവ് തന്നെയായിരുന്നു. അപ്പം അവിടെയാണ് കൂടുതൽ അണക്കര ഇടവകയും ഇടവകയിലെ സംഘടനകളെല്ലാം, സൺഡേ സ്കൂളും യുവജന സഖ്യവും മറ്റു പ്രാർത്ഥനാ കൂട്ടങ്ങളും ഒക്കെ തന്നെ ഈ രംഗത്തേക്ക് വരാൻ ഒരു കാരണമായി എന്നെ ഒരുക്കിയതായ ഇടവകയാണ്. എന്തുകൊണ്ടാണ് ഇത് മാത്രം തിരഞ്ഞെടുത്തത്? അങ്ങനെ ഒരു ചോദ്യത്തിന് എനിക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പ്രയാസമുണ്ട്. എന്നാൽ അച്ഛന്മാരുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അച്ഛന്മാരുടെ സ്വാധീനം, പ്രത്യേകിച്ച് ആ കാലത്ത് ഞാൻ ഡിഗ്രി കഴിയുമ്പോൾ എൻ്റെ വികാരി ആയിരുന്ന അച്ഛൻ്റെ സ്വാധീനം. ഞാനെന്നാൽ അവിടെയല്ല, അപ്പോൾ ഫാദറിൻ്റെ വീട്ടിലാണ്. അപ്പം ഡിഗ്രി പാസ്സായത് അറിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു. അപ്പം മനസ്സിലിങ്ങനൊരു താല്പര്യം കിടക്കുന്നു, എന്നാൽ വീട്ടിലെ സാഹചര്യമൊന്നും അത്ര അനുകൂലമല്ല, സാമ്പത്തിക വശവുമൊക്കെ. അപ്പം അത്രയും പഠിക്കാൻ പറ്റിയത് എനിക്കേ ഉള്ളൂ. എന്തെങ്കിലും ജോലി അന്വേഷിക്കാം എന്നൊരു ചിന്ത, എന്ത് വേണമെന്നൊരു ഡൈലമാലിരുന്ന സമയത്താണ് വികാരി അലക്സാണ്ടർ തോമസ്തന പിതാവിനോടും പറഞ്ഞു. എന്നോട് ചോദിച്ചു എന്നാ താല്പര്യം, ഫാദർ ചോദിച്ചു. അപ്പോൾ ഈ ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉള്ളതും ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഓപ്റ്റ് ചെയ്തു, അപ്ലൈ ചെയ്തു. അന്നേരം ദൈവഹിതമെങ്കിൽ മാത്രമേ കിട്ടാവൂ എന്ന പ്രാർത്ഥനയോടെയായിരുന്നു. ദൈവം അഡ്മിഷൻ കിട്ടി, ദൈവം വിളിച്ചു എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങി അങ്ങനെ വന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ മിഷണറി ആയിട്ട് വർക്ക് ചെയ്തു. മിഷണറിയായും ചാപ്ലൈനായിട്ടൊക്കെ വർക്ക് ചെയ്തു. മിഷണറിയായിട്ട് അന്നത്തെ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ ഭാഗമായി ഹോണവാറിലുണ്ടായിരുന്നു. ഒപ്പം അതിനോട് ചേർന്ന് അങ്കോല ഉണ്ടായിരുന്നു. മലബാറിനോട് അച്ഛന് ബന്ധമുണ്ടല്ലേ? മലബാറിലാണ് തുടങ്ങിയത്. മലബാറിൽ നിന്നാണ് വൈഫ്. മലബാറിൽ എവിടെ തുടങ്ങിയത്? മലബാറിലെ ആളുകളെല്ലാം നല്ല മനുഷ്യരാണ് ഞാൻ പറയാറുണ്ട്. സ്നേഹം, കരുതൽ എല്ലാം ഇന്നസെന്റ് ആണെന്ന് ഞാൻ പറയും. ഇപ്പൊ അവർ മാറി കാണുമായിരിക്കും, എന്നാൽ പോലും ഇപ്പോഴും നമ്മളൊക്കെ അവിടെ ബന്ധം, തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ആ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്നുള്ള നന്മ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യം എന്തായിരുന്നു അവിടുത്തെ? അങ്ങനെ പറയാന്ന് വെച്ചാൽ ഞാൻ പ്രവർത്തിച്ച ഇടത്തെല്ലാം സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പൊ അത് മാറിയിട്ടില്ല. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ പട്ടവേറ്റ സമയമാണ്. അന്നത്തെ ശമ്പളം അതറിയാം. അതല്ലേ ജനങ്ങള്
ജനങ്ങൾ അന്നത്തേതും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ ഭാഗത്തൊക്കെ ഉള്ളതിനേക്കാൾ പള്ളിക്കും സഭയുടെ ആവശ്യത്തിനും കൊടുക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷത്തോടെ അവർ നമ്മുടെ ഇവിടെ ഉള്ളതിൽ കൂടുതൽ കൊടുക്കുന്നു. മിഷൻ ഫീൽഡിലെ വർക്കൊക്കെ എങ്ങനെയായിരുന്നു? മിഷൻ ഫീൽഡിൽ എന്തൊക്കെയായിരുന്നു അച്ഛൻ വർക്ക്? മിഷൻ ഫീൽഡിൽ ഞാൻ എൻ്റെ തേർഡ് പോസ്റ്റിംഗ് വിളിക്കയത്തു നിന്ന് പോകുന്നത് കർണാടകത്തിൽ ദാവൺഗരയിൽ സ്റ്റുഡൻറ്റ് ചാപ്ലൈനായിട്ട്. അന്ന് ഭദ്രാസന എപ്പിസ്കോപ്പ നമ്മുടെ തിയോഡോഷ്യസ് തിരുമേനി എന്നെ ദാവൺഗരയിലേക്ക് വെക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാപ്ലൈൻ വർക്ക് തുടങ്ങാനായിട്ട് പയനിയറാണ് ഞാൻ. അന്ന് തിരുമേനി അവിടെ എനിക്കൊരു പരിചയവും ഇല്ല. ഞാൻ മതിയം തിരുമേനിക്ക് ബോധ്യമുണ്ടേ പോകാം. അങ്ങനെ പോയി തുടങ്ങി. ആ കൂട്ടത്തിൽ മിഷൻ്റെ ഞാൻ പറഞ്ഞ കോർഡിനേറ്ററായിട്ട് വെച്ചു കന്നഡ. പിന്നെ അവിടെ നിന്ന് ഹോണോവാറിലേക്ക് മാറ്റി. അവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവിടെ ജനിച്ചു വളർന്ന സ്റ്റുഡൻസ് അല്ല, ഇവിടെ നിന്ന് പോയി ഹയർ സ്റ്റഡീസിനൊക്കെ പോയി മെഡിക്കൽ സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. ദാവൺഗര ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ഇവിടെ കേരളത്തിലൊന്നും അധികം കോളേജുകളില്ലല്ലോ. അപ്പോൾ അവരുടെ ഇടയിൽ ചാപ്ലൈനായിട്ട് പോയി. നമ്മുടെ യുവജന സഖ്യത്തിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് പോയത്. യുവജന സഖ്യത്തിൻ്റെ 60th ഇയറിൽ അവരൊരു വർക്ക് തുടങ്ങി. അതിതായിരുന്നു. പിന്നെ അപ്പോൾ അതൊക്കെ വിട്ടുപോയി. അന്ന് ഭദ്രാസനത്തിൽ കൂടെ യുവജന സഖ്യത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് പയനിയർ എന്നുള്ള നിലയിൽ അവിടെ ഓർഗനൈസ് ചെയ്തു. അവിടെ ഒരു സെൻറ്റർ സർവീസൊക്കെ ക്രമമായിട്ട് കൂടാൻ തുടങ്ങി കുട്ടികളെ. അതിനുശേഷം ആ കൂട്ടത്തിൽ തന്നെ മിഷൻ കോർഡിനേറ്ററായിട്ട് കർണാടക മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ട്രാൻസ്ഫറായിട്ട് ഹോണോവർ മിഷനിലേക്കാണ് പോയത്. ഹോണോവർ ഒപ്പം പുറകെ അങ്കോല ആ പ്രദേശങ്ങളിലൊക്കെ. അവിടെ പക്ഷേ 2 വർഷമേ താമസിച്ചുള്ളൂ. അപ്പം മറ്റേ നമ്മുടെ ഒരു MS കറിയാച്ചനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ എന്നെ അവിടെ നിന്ന് മാറ്റി അങ്കോലയിലായിട്ട് 1 വർഷം കഴിഞ്ഞപ്പം നാട്ടിലേക്ക് ട്രാൻസ്ഫർ. അവിടെ 2 വർഷമേ താമസിച്ചുള്ളൂ. എന്നാൽ അതിന് മുൻപ് തന്നെ ഹോൾ കർണാടക റീജിയണിൽ അങ്ങനെ ഒരുപാട് മിഷൻ കോർഡിനേറ്റർ എന്നുള്ള നിലയിലും മിഷണറി എന്നുള്ള നിലയിലും ഒരുപാട് ആ രീതിയിൽ കന്നഡ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം കന്നഡ സർവീസൊക്കെ എടുക്കുമായിരുന്നു. ആ രീതിയിലൊക്കെ. ഇപ്പോഴും അവിടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ. നമ്മൾ വർക്ക് നിർത്തിയെങ്കിലും കുറഞ്ഞു സ്റ്റുഡൻസ് കുറഞ്ഞു. ഇപ്പം കേരളത്തിൽ കോളേജുകളൊക്കെ ആയപ്പോൾ ദാവൺഗര ഭാഗത്തേക്കൊക്കെ അതുപോലെ ഇല്ല. ഇപ്പം ഇവിടോട്ട് മാറി തന്നെയല്ല. ഇപ്പം ഈ അന്ന് ദാവൺഗരയൊക്കെ പോകുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഇപ്പം ഓവർസീസിൽ പോകുന്നു. ഇപ്പം എല്ലാവരും 12 കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഒരു പ്രവാഹമായിട്ട് മാറി. എന്നാൽ അന്ന് അതുപോലെ കേരളത്തിന് പുറത്ത് കർണാടകയും തമിഴ്നാടും ഒക്കെ ആയിരുന്നു ആ സമയത്താണ്. അപ്പം അത് 1993 30 വർഷങ്ങൾക്ക് മുമ്പലത്തെ കാര്യം ഞാൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അവിടെയും കുറഞ്ഞു. തന്നെ കേരളത്തിൽ ഒത്തിരിയായി. ഇപ്പം തന്നെയല്ല, കേരളത്തിലും ഇന്ത്യയിലൊന്നും ആരും നിൽക്കുന്നില്ലല്ലോ. എല്ലാം 12 കഴിയുമ്പോൾ അങ്ങ് ഓവർസീസിലേക്ക് പോകുന്നു. ആ ഒരു മാറ്റം വന്നു. എന്നാൽ അവിടെയൊക്കെ കൊച്ചു കൊച്ചു കോൺഗ്രിഗേഷൻസ് ഉണ്ട് ഇപ്പം നമുക്ക്. അങ്ങനെ അച്ഛൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിലാണ്. അച്ഛന് പുതിയ ജനറൽ സെക്രട്ടറിയാണ്. അച്ഛൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം സംഘടനയ്ക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. അച്ഛൻ്റെ പ്രതീക്ഷകൾ എന്താണ്, എന്തൊക്കെയാണ്? അച്ഛാ പറയാം. സന്നദ്ധ സുവിശേഷക സംഘം ഇന്നിപ്പോൾ ശതാബ്ദി വർഷത്തിലാണ്. സെൻറ്റനറി 1924 ഓഗസ്റ്റ് 24 1924 ഓഗസ്റ്റ് 24 ഇത് ആരംഭിച്ചത്. എബ്രഹാം മാർത്തോമ്മ തിരുമേനി ആയിരുന്നതിന് നിമിത്തമായത് ഓരോ മാർത്തോമ്മക്കാരനും ഓരോ സുവിശേഷകൻ വലിയ ദർശനവും വലിയ ആഹ്വാനവും. അത് ഏറ്റുവാങ്ങിയവരാണ്, അല്ലെങ്കിൽ ഉള്ളിലേറ്റുവാങ്ങിയ ആളാണ് സാധു കൊച്ചുഞ്ഞി ഉപദേശിയൊക്കെ. CP ഫിലിപ്പോസ് അച്ഛൻ ആദ്യത്തെ പ്രസിഡന്റ്, കൊച്ചുഞ്ഞി ഉപദേശി ആദ്യത്തെ സെക്രട്ടറി, കോളാകോട്ട് CJ ജോൺ ഉപദേശി ആദ്യ ട്രഷറർ. ഇതിൻ്റെ പശ്ചാത്തലം മലങ്കരയിലുണ്ടായ ഉണർവ. ആ സമയത്താണ് തമിഴ്നാട്ടിൽ നിന്ന് വേഡ്സ്വർത്ത് തുടങ്ങിയ ആളുകളും ഒക്കെ വന്ന് മലങ്കരയിൽ ഒരു വലിയ ഉണർവിൻ്റെ പശ്ചാത്തലത്തിലും മാരാമൺ കൺവെൻഷൻ്റെ ആ ഒരു വഴിയായിട്ടുമൊക്കെ സഭയിൽ പല പ്രസ്ഥാനങ്ങളുണ്ടായത്. ആത്മീക ചൈതന്യം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടുകൂടെയാണ് മാർത്തോമ്മ സന്നദ്ധ സുവിശേഷക സംഘം. അന്നത്തെ മാർത്തോമ്മ സ്വമേധ സുവിശേഷക സംഘം എന്നുള്ള പേരിലായിരുന്നു. 1938 സന്നദ്ധ സുവിശേഷക സംഘം എന്നുള്ള പേര് സ്വീകരിക്കുന്നു. 46 ഇതൊരു ഔദ്യോഗിക സംഘടനയെ മാർത്തോമ്മ സഭയുടെ ഔദ്യോഗിക സംഘടനയായിട്ട് അംഗീകരിച്ചു. അപ്പോൾ ഈ ഉണർവിൻ്റെ പശ്ചാത്തലത്തിൽ സഭയാകമാനം ഇടവകകൾ തോറും ആ ഉണർവിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഇടവക മിഷൻ രൂപം കൊണ്ടു. അപ്പോൾ ഇന്ന് 100 വർഷം കഴിഞ്ഞപ്പം പ്രായത്തിൻ്റെ കുതിപ്പും കിതപ്പും കഴിഞ്ഞ് തളർന്ന് അങ്ങ് ക്ഷീണമായി മാറിയ പോലെയാണ്. നമുക്ക് പ്രായം ചെല്ലുമ്പം ക്ഷീണിക്കുന്നത് പോലെ. അപ്പം ഇന്ന് ഇടവ മിഷൻ ഒട്ടുമിക്ക പള്ളികളിലും ദുർബലമായി. പണ്ട് 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരായ എല്ലാ മാർത്തോമ്മക്കാർക്കും പങ്കെടുക്കാവുന്ന ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ. ഇപ്പം അതുമല്ല, സേവികാ സംഘം പോലെയായി. പലയിടത്തും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ പലയിടത്തും പറയുന്നത് മറ്റൊരു സേവികാ സംഘമല്ല, ഇപ്പം മറ്റൊരു സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പുമല്ല.
മറിച്ച് ഇതെല്ലാ പ്രായത്തിലുള്ളവരും അതുകൊണ്ട് തന്നെ മാർത്തോമാ സഭയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നേച്ചർ ഇടവക മിഷനിൽ കാണാം. പുരുഷൻ, സ്ത്രീ, കുട്ടികൾ, മുതിർന്നവർ എല്ലാവർക്കും കൂടെയുള്ള. അപ്പോൾ ഈ ഉണർവിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സജീവമായി ഇടവകകളെ വലിയ ആത്മീക ചൈതന്യത്തിൽ നിർത്തിയ ഈ സംഘടന ഇന്ന് ഉറങ്ങിപ്പോയപ്പോൾ അല്ലെ മന്ദീഭവിച്ചു പോയെങ്കിൽ ഒരു പുതിയ ജീവൻ. അതുകൊണ്ട് ഇടവക മിഷനുകൾ സജീവമാകുക, അങ്ങനെ സഭ കുറേ കൂടെ ചലനാത്മകമായി മാറുക, അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഞാനിപ്പോൾ തുടരെ പറയാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഇടവക മിഷനുകൾ ശക്തിപ്പെട്ടാൽ ഇടവക ഉണരും. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഇത് പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ പൊതുസഭയുടെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടില്ലേ? എല്ലാ പള്ളികളിലും, എല്ലാ സഭകളിലും, എല്ലായിടത്തും, എല്ലാ സഭകളിലും ഒരു മന്ദീഭാവം മന്ദീഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇടവകളെ ശക്തമാക്കണേ, ആത്മീയമായി ആളുകൾ ഉണരണം. അതാണ് ഒരു ദർശനമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇടവക മിഷനുകളെന്ന് ഉണർന്നാൽ അപ്പം അവിടെ വേറൊരു പ്രശ്നം കൂടെയുണ്ട്. നമ്മുടെ ഇടവക മിഷനുകൾ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് കൂടെ ആയപ്പോൾ ഇത് മറ്റൊരു സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് പോലെ. എന്നാൽ നമുക്ക് 35 വയസ്സൊരു യുവജന സഖ്യമുണ്ട്, അതിന് താഴെ സൺഡേ സ്കൂള്. ഇപ്പോൾ 60 അതിന് മുകളിലോട്ടും സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഈ 36 തൊട്ട് 59 വയസ്സ് വരെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേക സംഘടന. എന്നാൽ ഔട്ട്സൈഡിലൊക്കെ പലയിടത്തും അഡൽട്ട് ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും യങ് കപ്പിൾസ് ഫെലോഷിപ്പ് ഉണ്ട്, അഡൽട്ട് ഫെലോഷിപ്പ് ഉണ്ട്. എന്നാൽ സഭയായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സംഘടന ഇല്ല. അപ്പം പലയിടങ്ങളിൽ നല്ല യങ് കപ്പിൾസും ഒക്കെ ഉണ്ട്. അവർ വേറെ ഒന്നിലും പ്രവർത്തിക്കുന്നില്ല, ആക്റ്റീവാണ്, സഭയോട് സ്നേഹമുള്ള, സുവിശേഷ പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. ഇവരെ കൂടെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ള നടപടികൾ വല്ലതും ഉണ്ടായാൽ നല്ലതാണ്. അപ്പം ഞാൻ പലയിടത്തും പോകുന്നിടത്തൊക്കെ പറയുന്നു, അടുത്ത വാർഷികം വരുമ്പോൾ നിങ്ങൾ പുതിയ ചുമതലക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് പേര് ടോട്ടലി ഇവർ മാറാനല്ല. അപ്പം ഞാൻ ഒരിടത്ത് ഇത് പറഞ്ഞപ്പം നമ്മുടെ ഭരണവാസരി എൻ്റെ തിരിഞ്ഞ് പറഞ്ഞ് അതൊന്നും നടക്കുന്ന കാര്യമല്ല, അത് ശരിയാണ്, ഇവരെ ടോട്ടലി മാറ്റിയാൽ ഒന്നുമില്ലാതാകും. അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്. ഒരു പകുതി അവരെ കൂടെ ഇൻവോൾവ് ആക്കി കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ ഈ പ്രായമായിരിക്കും നമ്മുടെ ജനങ്ങൾ വിചാരിക്കുക നമ്മുടെ മക്കൾ ഇതിനകത്ത് താല്പര്യപ്പെട്ട് വരണം. അടുത്ത ജനറേഷൻ അവരല്ലേ, ഇല്ലെങ്കിൽ നമ്മളോടുകൂടി ഇത് അവസാനിക്കും. അപ്പം അടുത്ത ജനറേഷനെ കൂടെ ഇതിൽ താല്പര്യപ്പെടുത്തി കൊണ്ടുവന്ന് അവർ സഭയുമായിട്ട് ബന്ധപ്പെട്ടും ഇടവക മിഷനൊക്കെ ഏറ്റെടുത്ത് വന്നാൽ അടുത്ത നൂറ്റാണ്ടിൽ, ഇപ്പം ഒരു 100 വർഷം പിന്നിടുന്നു, അടുത്ത നൂറ്റാണ്ടിൽ ഇത് സജീവമായി നിൽക്കണമെങ്കിൽ പുതിയ ആളുകൾ ഇതിനകത്ത് വരണം. അതിനവരെ എക്വിപ്പ് ചെയ്യണം. ഇപ്പോൾ നിലവിലുള്ളവരെ അതിന് മനസ്സ് വയ്ക്കണം. ഓക്കെ, അച്ഛൻ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ യുവജനങ്ങൾ, അച്ഛൻ്റെ യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തതാണ്, അച്ഛന്മാര് ചാനലാണ്, അച്ഛന്മാരാണ് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ കുറേ ആളുകൾ വിദേശത്തേക്ക് പോകുന്നു, കുറേ ആളുകൾ ഇവിടെയുണ്ട്, സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ IT കമ്പനി ജോലി ചെയ്യുന്നു, അവർക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്, അവരെ എങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും? പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ പറയുന്നത്. യുവജനങ്ങളെ എങ്ങനെ നമുക്ക് ഈ ആധ്യാത്മിക ചൈതന്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും? അതൊരു വലിയ ചലഞ്ചാച്ചാ. ഇപ്പം ഞാൻ ദാവൺഗര സ്റ്റുഡൻറ്റ് ചാപ്ലൈനായിരുന്നു. ഈ താമ്പരത്ത് 5 വർഷം വർക്ക് ചെയ്തു. അവിടെ മെയിൻലി നമ്മുടെ കുട്ടികൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ചുറ്റുപാടുള്ള കോളേജിലുമായിട്ട് ഒരുപാട് മാർത്തോമ കുട്ടികളുണ്ട്. ഒത്തിരി പേര് നമ്മുടെ ആരാധനയിലൊക്കെ താല്പര്യപ്പെടുന്നു. വേറെ ചിലർ അവരുടെ ഒരു സംവിധാനം. ഞാൻ അവിടെ വന്നിട്ടുണ്ട്, യുവജനങ്ങളുടെ ഒരു നല്ല ശ്രേണിയുണ്ട്. അതെ, ഉണ്ട്. പക്ഷേ അച്ഛൻ കണ്ണിപ്പെടാതെ ഒത്തിരി യുവജനങ്ങളില്ലേ? അച്ഛാ, നമ്മുടെ നല്ലൊരു നമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ പല മടങ്ങ് നമ്മളെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മളെ കൂടാതെ നമ്മളെ ഒഴിഞ്ഞു മാറി എവിടെയെങ്കിലും നമ്മളെ കണ്ടാൽ ഉടനെ തിരിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. ഇതൊരു പൊതു പ്രതിഭാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ തലമുറ നമ്മുടെ ആരാധനാ സംവിധാനങ്ങളിലും കൂടിവരകളിലും താല്പര്യപ്പെട്ടില്ലേ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും. എന്തിനധികം BDക്ക് വരുന്ന പലരും പോലും നമ്മുടെ ആരാധനയിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സ്വയവിമർശനമായിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ നേടണമെങ്കിൽ നമ്മളൊത്തിരി പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേ പറ്റുമല്ലോ. എൻ്റെ ചോദ്യം അച്ഛൻ ഇപ്പോൾ സഭയുടെ ഫെസിലിറ്റി അവിടെ ഉണ്ട്, അച്ഛനെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഈ സ്റ്റുഡൻസിനെ കരുതാണ്. കാരണം എൻ്റെ മകനൊക്കെ അവിടെ പഠിച്ച സമയത്ത് ഞാൻ പറയുന്നത്, അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഒരു അച്ഛനുണ്ട്, എല്ലാ ഫെസിലിറ്റിയും കിട്ടും ഇവർക്ക്.
പക്ഷേ ഇതൊന്നും എൻജോയ് ചെയ്യാൻ അടുക്കാതിരിക്കുന്ന ആളുകളെ എങ്ങനെ അച്ഛൻ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും? അതാണ് അച്ഛാ ഈ പറഞ്ഞത്. പേരൻസിന്റെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ? ഉണ്ടച്ചാ. പേരൻസ് പലരും പറയുന്നത് നമ്മുടെ മക്കൾ പറയാൻ പറ്റുകയില്ല, നമ്മുടെ അച്ഛന്മാരുടെ മക്കൾ പോലും പിടിതരാതെ എത്രയോ. അപ്പോൾ പേരൻസ് ഒരു കുട്ടിയെ പഠിക്കാൻ വിട്ടാൽ, ഞാൻ വടക്കേ ഇന്ത്യയിലുള്ളപ്പോഴാണ് എൻ്റെ മോളെ അവിടെ അഡ്മിഷൻ എടുത്തത്. എനിക്കന്ന് പള്ളി എവിടെ അന്നൊന്നും അറിയത്തില്ല. ആദ്യം തിരക്കി അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ ആദ്യം പള്ളിയിലോട്ടാണ് പോയത്. അവിടെ പോയി അച്ഛനെ കണ്ടു. ഇതെൻ്റെ മോളാ അച്ഛ, നോക്കിക്കോണം. ആ ഒരു താല്പര്യം. ഞാൻ ചെന്ന വർഷങ്ങളിലൊക്കെ അഡ്മിഷന് വരുന്ന പേരൻസ് വീട്ടിൽ വരും, പാഴ്സനേജിൽ വരും. ഞങ്ങൾ വരുന്നവർക്ക് വേണ്ടി മാറി മാറി കൊടുത്തുള്ള സ്ഥലമെല്ലാം കൊടുത്ത് ഞങ്ങൾ കുടുംബമായിട്ട് അടുക്കള പോയി തറ വിരിച്ച് കിടന്നിട്ടുണ്ട്. എന്നാൽ സന്തോഷമായിരുന്നു ആ ദിവസം. അഡ്മിഷൻ സമയം ഒത്തിരി പേര് വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ മോടെ അഡ്മിഷൻ വന്നപ്പോൾ കൊച്ചമ്മയൊക്കെ വന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചൊരു സന്തോഷമാണ്. കാരണം മാർത്തമ്മക്കാരായ ആൾ ഹെൽപ്പ് ചെയ്യാനുള്ള അവസരം മാത്രമല്ല, മാർത്തമ്മക്കാരായ ആൾ ഞങ്ങൾ നാടിന് പുറത്താണ്, നാട്ടിൽ നിന്ന് വന്ന് ചിലർ ഞങ്ങളെ തേടി വന്നു. അവരുടെ ആവശ്യത്തിന് വന്നാൽ പോലും നമ്മുടെ ആ ഒരു ബന്ധം, സഭയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞങ്ങളവിടെ നിൽക്കുന്നു. അപ്പം നമ്മുടെ ഈ പിള്ളേരെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം തോന്നും. അപ്പോൾ ആ ഒരു ഒന്നാമത്തെ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ പേരൻസ് നമ്മളെ ഒന്ന് അറിയിക്കണം. എൻ്റെ മകൾ അവിടെ പഠിക്കുന്നു ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. എല്ലാവരും പറയുന്നത് അച്ഛന്മാര് ഇപ്പം ചാപ്പളയ അച്ഛന്മാർ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഒരാളെ പ്രാർത്ഥിച്ചു വിടാൻ പോകുമ്പോൾ, ജോലിക്ക് വിടുന്ന ആളാണെങ്കിൽ നമ്മുടെ ആപ്പ് കയ്യിലുണ്ട്. അതായത് മർത്തോമിയൻ ആപ്പുണ്ട്. അത് കൊടുത്താൽ അവർക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാം, അച്ഛനെ കണ്ടുപിടിക്കാം, അവർക്ക് എല്ലാ ഫെസിലിറ്റി, ഏത് അച്ഛന്മാരും. ഇപ്പം ഞങ്ങൾ വിദേശത്തിരിക്കുമ്പോഴും ഒരാൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ വേണ്ട എല്ലാ ഹെൽപ്പിങ്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാനില്ല, എവിടെ പോയെന്നറിയത്തില്ല. പിന്നെ നമ്മളെ കാണുന്നത് ഫേസ്ബുക്കിലായിരിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എൻ്റെ പോയിന്റ് അച്ഛനോട് ഞാൻ പറയുന്നത്, സ്റ്റുഡൻറ് ചാപ്ലൈൻ ആയതുകൊണ്ട് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പണ്ടാണെങ്കിൽ നമ്മൾ ഡയറക്ടറി കൊടുത്തു വിടുമായിരുന്നു. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ഡയറക്ടറിയാണ്. ഇപ്പൊ അതിനേക്കാൾ അപ്പുറമായി വിരൽത്തുമ്പിലാണ് ഒരു അച്ഛൻ്റെ നെയിം കിട്ടുന്നത്. അത്ര താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ അച്ഛന്മാർ. തീർച്ചയായിട്ടും ഞാനും അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടും, പ്രാർത്ഥിച്ചു വിടുകയാണെങ്കിൽ പറയും ഇന്നടത്ത് നമ്മുടെ പള്ളിയുണ്ട്. ചിലർ പറയും അവിടെ പള്ളിയില്ല. അപ്പോൾ ഞാൻ പറയും ഇന്ന ആ ടൗണിൽ, ഇന്ത്യയിലെ ടൗണിൽ, ഇപ്പം ബാംഗ്ലൂർ, ഞാൻ പറയും ബാംഗ്ലൂരിൽ 11 പള്ളിയുണ്ട്, ചെന്നൈയിൽ 8 പള്ളിയുണ്ട്. അപ്പോൾ ചിലരൊക്കെ എന്നോട് തന്നെ പറഞ്ഞാൽ അടുത്ത് പള്ളിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. ഒരിക്കൽ ഞാൻ നാട്ടിൽ നിന്ന് താമ്പരത്തു നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുണ്ടക്കയത്താണ്. ഒരു കൊച്ചിനെ അന്ന് കോവിഡ് കാലമായിട്ട് വിസിറ്റ് പറ്റുകയില്ല. ഞാൻ ഫോൺ എടുത്ത് ഓരോരുത്തരെയും വിളിച്ച് പരിചയപ്പെടാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു മോള് മദ്രാസിലായിരുന്നു, അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എവിടാ? അപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു, അവിടെ അടുത്ത് എവിടെ പള്ളിയിൽ പോകും. ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയും പോരും. പിന്നെ അവിടെ ഉള്ളപ്പോൾ അടുത്ത് മാർത്തോമ പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കത്തോലിക്ക പള്ളിയിൽ പോകും. അപ്പം ഞാൻ പറഞ്ഞു മോളെ, ഞാനിപ്പം വന്നത് അവിടെ നിന്നാണ്, 5 വർഷം ഞാൻ അവിടെ ഇരുന്നതാണ്, ഈ പറഞ്ഞ സ്ഥലത്തിനടുത്താണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പേരൻസ് ഒരു താല്പര്യം എടുത്ത് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവരെളുപ്പം പറയും പള്ളിയില്ല, അടുത്തൊന്നുമില്ല. അപ്പോൾ പേരൻസ് ഒരു താല്പര്യം എടുക്കുക, അവിടെയുള്ള അച്ഛന്മാരോട് ഒന്ന് ക്ലബ്ബ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് താല്പര്യമായിട്ട് വരുന്നു. താമ്പരം പള്ളിയൊക്കെ സത്യത്തിൽ സ്റ്റുഡൻസിന് വേണ്ടി ഫ്രീ ആയിട്ട് തുറന്നു കൊടുത്തേക്കുക. എപ്പം വേണേലും അവർക്ക് വരാം. ആന്നു ചുമ്മാ തുറന്നു കൊടുത്തേക്കുക. അവിടെ മറ്റൊന്നും ഇല്ലാത്തപ്പോൾ ഇവർ വരും, താക്കോല് വാങ്ങിക്കും, അവിടെ തുറന്ന് അവിടെ ഇരിക്കും, എന്തെങ്കിലും ചെയ്യും. അല്ലെ അപ്പം ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഇരിക്കും. നമുക്കറിയാം അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. കാരണം ബിഡിക്ക് വരുന്നവരെല്ലാം അടുത്ത കാലങ്ങളിൽ വരുന്ന എല്ലാ ബാച്ചിലും 4-5 പേര് താമ്പരത്തു നിന്നും MCC കോളേജിൽ നിന്നാണ്. നമുക്കൊന്നും അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല പഠിക്കാൻ. നമ്മൾ നമ്മുടെ വില്ലേജിലും ഒക്കെ പഠിച്ച് നമ്മള് എക്സ്പോഷർ പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഫെസിലിറ്റി ഒരു സഭയിലും കിട്ടത്തില്ല. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടും അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചതും അച്ഛന്റെ അനുഭവങ്ങളും ഇത് തന്നെയാണ്. പേരൻസ് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ കേരളത്തിന് പുറത്തെ അവിടുത്തെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്ന നമ്മുടെ മെമ്പർ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പഠിക്കാനും അവരെ ആരും അറിയത്തില്ല. പള്ളിയിൽ ചെന്നാൽ എവിടെ നിന്നാരും ചോദിച്ചിട്ടില്ലെന്ന്, നിങ്ങൾ എന്തിനു വന്നത് എന്നൊന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ അടുത്ത കാലത്ത് ആരെങ്കിലും വന്നാൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരെ വെൽക്കം ചെയ്യുന്നു, അവരുടെ കൂടെ നിൽക്കാനൊരു അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ട്, അച്ഛൻ്റെ പിള്ളേരുണ്ട്, വേറൊരു കമ്മ്യൂണിറ്റി സ്റ്റുഡൻസിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. എന്നാൽ അതൊന്നും കിട്ടാതെ വളർന്ന താമ്പരം പോലൊരു പള്ളി മാർത്തോമ സഭയിലും വേറെ എങ്ങുമില്ല. വളരെ ഫ്രീ ആയിട്ട് വെളിയിൽ നിന്ന് വന്ന സ്റ്റുഡൻസിന്, ഞാൻ ഉള്ളപ്പോൾ അവരാണ് കൊയർ, ഇടവക കൊയർ, അല്ലെങ്കിൽ നല്ലൊരു നമ്പർ, അവരെല്ലാത്തിനും ഉണ്ട്. പള്ളിയിലെ എല്ലാ പരിപാടിക്കും അവരെ ഇൻവോൾവ് ചെയ്യിക്കും. അങ്ങനെ ഒരു പാരിഷ്
വേറെ എങ്ങും മാർത്തോമ സഭയിലില്ല. അത്രയും ഫ്രീ ആയിട്ട് വെളിയിൽ നിന്ന് പിള്ളേർക്ക് വേണ്ടി കൊടുക്കും. എന്നാൽ ഒത്തിരി പേര് അത് ആ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാ ഇപ്പോൾ വിദേശത്താണെങ്കിലും എല്ലാ സഭകളും ഇപ്പോൾ സ്റ്റുഡൻറ് സെൻ്ററുകളുണ്ട്, അച്ഛന്മാർ അവൈലബിൾ ആണ്, ജോലി കിട്ടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അറിയാമല്ലോ, ജോലി പോകുന്ന ആളുകളെ കയറ്റിവിടാൻ ചില സാഹചര്യങ്ങളിൽ നിൽക്കാൻ പറ്റില്ല. സ്റ്റുഡൻറ് വിസായി വരുന്നവർക്ക് ജോലിക്ക് വേണ്ടി നിൽക്കാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ പറഞ്ഞു വിടാൻ ഹെൽപ്പ് ചെയ്യുന്ന, സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഒരു ദർശനമാണിത്. യൂത്ത് ലിങ്ക് ചെയ്യണം, നെറ്റ്വർക്ക് ഉണ്ട്, അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അച്ഛന് ഇപ്പോൾ സംഘടനയുടെ ആളാണ്, എന്നാൽ അതിനപ്പുറമായി ഇപ്പം മലബാറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പണം പയറ്റൊക്കെ ഉണ്ടായിരുന്നു. പല ആളുകൾ വിളിക്കും, അവരുടെ പെരുന്നാളുകൾക്ക് വിളിക്കുമായിരുന്നു, അവരുടെ ഇടയിൽ പോയി നമ്മളൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. സ്നേഹബന്ധങ്ങളുണ്ടായി, അയൽപക്കം എന്ന് പറയുന്നൊരു സ്നേഹബന്ധം അത് ഇന്ന് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. നെയ്ബർലിനെസ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകണം എന്നുള്ളൊരു ആഹ്വാനമുണ്ട്. അച്ഛൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്യുമെനിക്കൽ ദർശനം, അതായത് അടുത്തുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം, അതെങ്ങനെയാണ് പരിപോഷിപ്പിക്കുന്നത്? അച്ഛൻ്റെ ബാല്യകാല എക്സ്പീരിയൻസും പിന്നീടുള്ള എക്സ്പീരിയൻസും അച്ഛനായതിനു ശേഷമുള്ള ദർശനവും. ബാല്യകാല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ ഒരു കുടിയേറ്റ മേഖല, വലിയ ഒരു സൗകര്യവും ഇല്ലാത്ത സ്ഥലം, എന്നാൽ അവിടെ തമ്മിൽ സഭാ വ്യത്യാസമില്ലാതെ ആളുകൾ സ്നേഹിച്ചും ഒരുമിച്ച് കഴിഞ്ഞ ഒരു ദേശമാണ്. എൻ്റെ പിതാവ് ഒരു ആത്മീയ കൂട്ടായ്മയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. പള്ളിയിലെ ആത്മാശുശ്രൂഷകൻ, പ്രസംഗിക്കുന്നതൊക്കെ അച്ഛന്മാരൊന്നും അധികം ഇല്ല ആ കാലത്തൊക്കെ, മാസത്തിലൊന്നൊക്കെയായി. ബാക്കിയല്ല എൻ്റെ പിതാവ്. അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളിൽ ഞങ്ങൾക്കൊരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഓർത്തഡോക്സ് ഉണ്ട്, പെന്തക്കോസുകാരുണ്ട്, അവരെല്ലാവരും കൂടി ലീഡ് ചെയ്യുന്ന എൻ്റെ പിതാവായിരുന്നു. ഒരു എക്യുമെനിക്കൽ ബന്ധം, ആ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ അന്നത്തെ പോലെ വളരെ ശക്തമായിരുന്നു. അന്നേരം സഭ നോട്ടമൊന്നുമില്ല. പിന്നെ പലരും പലയിടത്തോട്ടൊക്കെ പിരിഞ്ഞു. അപ്പോൾ പിതാവിൻ്റെ ഒരു കൂട്ടത്തിലുമൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ നാട്ടിൽ കൂടുതലും ഹൈന്ദവ വിശ്വാസികളാണ്. നല്ല അയൽപക്ക ബന്ധങ്ങളുണ്ട്. ഇപ്പോഴും അവരൊക്കെ അവരുടെ തലമുറകളൊക്കെ ഉള്ള കാണുമ്പോൾ എന്തൊരു കാര്യമാണ്. ഒരുമിച്ച് പഠിച്ചവരും അയൽപക്കത്തുണ്ടായിരുന്നവരും ഒക്കെ നല്ല ബന്ധങ്ങളായിരുന്നു. അതിനകത്ത് അന്നാരാ ഈ ചിന്തയൊന്നുമില്ല, ജാതിയോ മതമോ വിശ്വാസം. എന്നാൽ ഞാനൊരു പട്ടക്കാരനായപ്പോൾ അവർക്കൊക്കെയും എന്തൊരു സന്തോഷം, വലിയ സന്തോഷമാണ്. ആ ഒരു ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പട്ടമേറ്റ് ചെന്നിടത്തൊക്കെ ഈ മറ്റു സഭാ വിഭാഗങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ, ക്രിസ്മസിനായാലും ഒരുമിച്ചുള്ള കൺവെൻഷനുകളായാലും ഇരുന്നിടത്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സുകാരുമായിട്ടും കാത്തലിക്സുമായിട്ടും പെന്തക്കോസ് ഗ്രൂപ്പുമായിട്ടും CSIയുമായിട്ടും ഇതുവരെ ഒടുവിലിരുന്നത് മുണ്ടക്കയത്താണ്. അവിടെ ഇന്ത്യ ബൈബിൾ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റ് എക്യുമെനിക്കൽ മീറ്റിങ്ങുകൾ ഒക്കെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് പരമാവധിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് സന്തോഷമാണ്. അപ്പോൾ തന്നെ നമ്മുടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധം എന്നെ ഭരിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ എന്നാൽ ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനും എന്നെ നോൺ ക്രിസ്ത്യൻസ് എന്നെ വിളിച്ചിട്ടുണ്ട്. പല പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ മുണ്ടക്കയത്ത് 2.5 വർഷം കഷ്ടിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഇലക്ഷൻ വന്ന് അവരുടെ 2-3 പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിംസും ഒക്കെ അവരുടെ നോമ്പ് കാലത്തും അയൽവക്ക ബന്ധങ്ങളിലും. ഒരാൾ ജനുവരി 5-ാം തീയതി കല്യാണമാണ്, ഞാൻ ഒക്ടോബറിൽ പോകുന്ന നേരത്തെ പറഞ്ഞു വെച്ച് അവസാനം പിന്നെയും വിളിച്ചു. എനിക്കൊരു നിവൃത്തിയിലായി, അന്ന് ഞാൻ വസായിൽ വെളിയിലായിപ്പോയി. അപ്പം അങ്ങനെ, കാരണം ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാ മനുഷ്യരെയും. മനുഷ്യൻ പല വിശ്വാസങ്ങളിലാണെങ്കിലും നമ്മുടെ വിശ്വാസവും അതിനെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ല. അത് കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെയും ആ ചേർത്ത് പിടിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം വിജയിച്ചു പൂർണ്ണമായിട്ട് അങ്ങനെ ഞാൻ അവകാശപ്പെടാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ ആകുന്ന വിധത്തിൽ അവരോടൊക്കെ ചേർന്നും സഹകരിച്ചും ഒക്കെ പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഒന്നേ ഉള്ളു ചിന്ത, എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തെ എല്ലാവരും അറിയുന്ന പല വിധത്തിലും പല പേരുകളിലുമാണെങ്കിലും നമ്മളെല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കൾ, ഒരേ ദൈവത്തിൻ്റെ ഇമേജ്, സ്വരൂപം പേറുന്നവർ എന്നുള്ള ചിന്ത ആ നിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു നാടിൻ്റെ നന്മ. അതെ അതെ അതെ, അത് കേരളത്തിൻ്റെ ഒരു നന്മ കൂടെ അതിനകത്തുണ്ട്. രാവിലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മധുസൂദനൻ മരിച്ചു. ഇന്നലെയാണ് ഞാൻ അറിയുന്നത്. ഞാൻ രാവിലെ എൻ്റെ ഒരു മാവൻ മരിച്ചു. ഞാൻ അവിടെ പോയിട്ട്, ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിട്ട് തിരിച്ചു വന്ന് എൻ്റെ ഒരു സ്ട്രഗിളായിരുന്നു. ഈ മധുസൂദനൻ എന്ന് പറയുന്ന മധുവിനെ എനിക്ക് കാണണം. ഞാൻ രാവിലെ പോയി അവിടെ ഭൗതിക ശരീരം കണ്ടിട്ട് വരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പണ്ടൊരു ക്ലബ്ബുണ്ടായിരുന്നു. ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നതാണ്.
വീട്ടിലെ ഫംഗ്ഷനൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഓടിയെത്തണം, അവിടെ ചെല്ലണം, അത്ര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇത് ഭാരതത്തിലെ ഒരു കൾച്ചറാണ്. നമ്മളിപ്പം പുരോഹിതനായതുകൊണ്ട് ഇതിൽ നിന്നൊന്നും മാറി നിൽക്കുന്നില്ല. ഞാൻ ഇരുന്ന ഇടങ്ങളിലൊക്കെ ഒരു മരണം ഉണ്ടായാൽ ഞാൻ കഴിവുണ്ടെങ്കിൽ അടുത്ത പള്ളിയുടെ ഇടവകയുടെ ചുറ്റുപാടിലൊരു മരണം ഉണ്ടായാൽ അത് ഇതൊന്നും നോക്കാതെ ഞാൻ പോകുമായിരുന്നു. നമുക്ക് അല്ല, ഞാൻ പറഞ്ഞത് പുരോഹിതനെ കാണുമ്പോൾ ദേഷ്യം ഉണ്ടാകുന്നെങ്കിൽ പുരോഹിതന്റെ ദർശനം ഇതാണ്. ഞാനിപ്പം രാവിലെ ആ ഒരു ഭൗതിക ശരീരത്തിൻ്റെ അവിടെ പോയി നിന്നു, ഞാൻ കൈകൂപ്പി അവിടെ നിന്നു. നമ്മുടെ വീട്ടിൽ ചരമപ്രസംഗം നടത്താനൊന്നും സംവിധാനം അവിടെ ഇല്ല. വീട്ടുകാരെല്ലാം വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചു. ഞാൻ കയറി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിള്ളേരും കരയുന്നുണ്ട്. അപ്പം എൻ്റെ കണ്ണും നനഞ്ഞു. അപ്പം നമ്മളങ്ങനെ ഒരു സംസ്കാരവും ദർശനവുമാണ് പങ്കുവയ്ക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഷെയർ ചെയ്തതും. അപ്പം എക്യുമെനിക്കൽ ദർശനം എന്ന് പറയുന്ന പുരോഹിതൻ്റെ ദർശനം ഇതാണ്. അച്ഛൻ പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാം. ആ ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. അവിടെ അച്ഛൻ്റെ കുടുംബം, കൊച്ചമ്മ, മക്കൾ അവർ എന്തൊക്കെ ചെയ്യുന്നു? വൈഫ് ഹൗസ് മേക്കറാണ്. മക്കൾ 2 പേര്. മോളെ മൂത്തത് അവളുടെ വിവാഹം കഴിഞ്ഞ ജൂണിൽ കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് പരുത്തിപ്പാറ പള്ളിയിലെ ഒരു പയ്യനാണ് വിവാഹം കഴിച്ചത്. അവൻ കാനഡയിലാണ്. മോളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, PhD ചെയ്തുകൊണ്ടിരിക്കുന്നു ഖില. മോന് ആദർശ്, അവന് കഴിഞ്ഞ വർഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA കംപ്ലീറ്റ് ചെയ്തു. സമയത്ത് തന്നെ ഒരു ജോലി അപ്ലൈ ചെയ്തിരുന്നു. ജോലി കിട്ടി. ഇപ്പോൾ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ 2 മക്കൾ, വൈഫ് കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കൊമ്പാടിയിൽ താമസിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെ. അച്ഛൻ ഇത്ര നേരം അച്ഛൻ്റെ അനുഭവങ്ങൾ, സംഘടനയിലെ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പങ്കുവച്ചല്ലോ. അച്ഛൻ ആയുരാരോഗ്യം ഞാൻ നേരുന്നു. നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദർശനങ്ങളെല്ലാം സാഫല്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു അച്ഛാ. നമസ്കാരം. ഇന്നത്തെ പുരോഹിത ദർശനം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.